വേണ്ടേ? ആ എന്താ നിനക്ക് വേണോ? ആ എന്താ അമ്മമാരുടെ കൂട്ടില് കുഞ്ഞുങ്ങളായിരിപ്പുണ്ടെന്ന് തോന്നേ. അപ്പം ഞാൻ ഇടയ്ക്ക് പലവിധ ഫുഡുമായിട്ട് കയറി വരും. ഇതിനകത്ത് ആപ്പിളും കടലയും കൂടി എടുത്തോണ്ട്. കടല പക്ഷേ ഇവന്മാർക്കുള്ളതല്ല കേട്ടോ. കടല നമ്മുടെ കണ്ണിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. എന്താടാ അത്യാവശ്യം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് തന്നെയാണ് തണ്ണിമത്തനൊക്കെ കഴിച്ചത്. ഞാൻ ലോറീസിന് അതുപോലെ തന്നെ ബാക്കിയുള്ള ബേഡ്സിനൊക്കെ കൊടുക്കുന്ന ഫുഡിന് വ്യത്യാസമുണ്ട്. എല്ലാത്തിനും അവരുടേതായിട്ടുള്ള ഒരു ഫുഡിൻ്റെ രീതികളുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ബേഡ്സിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കില്ലേ, നമ്മുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കില്ലേ. അപ്പം ഞാനെപ്പോഴും ആ ഒരു രീതിയിലാണ് ഇവരെയും ട്രീറ്റ് ചെയ്യുന്നത്, ബേഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഫുഡും ഞാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും വൃത്തിയായിട്ട്, അവർക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡാണ് ഞാൻ ഇവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുള്ളത്. എന്താ പിന്നെ എന്താടാ രണ്ടവന്മാർക്ക് മതിയോ? എല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുക. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് മാറ്റി മാറ്റി കൊണ്ടുവന്ന് വയ്ക്കും. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർ കഴിച്ച് തുടങ്ങുന്ന പ്രായമല്ലേ. അപ്പോൾ അവർക്ക് ഏതാ കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ അവർ ചൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടി എല്ലാ ഫുഡും നമ്മൾ വെച്ച് കൊടുക്കും. ബേഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഫുഡുകളും നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇവന്മാർക്ക് ഡെയിലി കൊടുക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിച്ചു പഠിക്കും. ചെറുതിലേ തൊട്ടുണ്ടല്ലോ നമ്മൾ ആ കൊടുത്ത് തുടങ്ങുന്ന ആ ഫുഡിൻ്റെ രീതി അവർ വലുതാകുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും.